വുമൻസ് വൈബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് സൗന്ദര്യ ലോകത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പ്രമുഖ വ്യക്തിത്വമാണ്, ഇൻഫ്ലുവൻസർ ആണ്. നമുക്ക് ഏറെ മുഖവരുകളും പരിചയപ്പെടുത്തലുകളും ഒന്നും ആവശ്യമില്ല. പ്രിയപ്പെട്ട രഞ്ജിമ, സ്നേഹപൂർവ്വം നമുക്ക് സ്വാഗതം ചെയ്യാം. താങ്ക് യു സോ മച്ച്. ഓറ ബ്യൂട്ടി ലോഞ്ച് ദുബായില് അല്ലെ? എത്ര നാളായി ഓറ ഇവിടെ തുടങ്ങിയിട്ട്? ഓറ തുടങ്ങിയിട്ട് 1.5 വർഷമാവുന്നു. നമുക്കറിയാം, കേരളത്തിലും ദുബായിലുമായിട്ടാണ് രഞ്ജിമയുടെ ഈ ഒരു ബ്യൂട്ടി ലോഞ്ച് ഉള്ളത്. എങ്ങനെയാണ് പ്രവാസികളുടെ സൗന്ദര്യ സങ്കല്പത്തിലേക്ക് ചേക്കേറാനുണ്ടായ കാരണം എന്താണ്? ഈ പ്രവാസികളുടെ സൗന്ദര്യ സങ്കല്പം എന്നതിനേക്കാൾ ഉപരി ഞാൻ ഈ ലോകത്തെ അല്ലെങ്കിൽ ഈ ഒരു കൺട്രിയെ അത്രത്തോളം ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, അത്രത്തോളം ഞാൻ സ്നേഹിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി ജീവിച്ച് മരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരേ ഒരു ആൻസറേ ഉള്ളൂ, ദാറ്റ്സ് വൺ ആൻഡ് ഓൺലി ദുബായ് നഗരം. അത്രത്തോളം എനിക്കിഷ്ടമാണ്. പിന്നെ എനിക്കറിയാവുന്ന ഒരു മേഖലയാണ് ഈ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പം എന്നാൽ കഴിയുന്ന തരത്തിൽ ഞാനിവിടെ വലിയ മാറ്റങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. അതിനേക്കാൾ ഉപരി എനിക്ക് പറ്റുന്ന നല്ല സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഇവിടെയുള്ള മറ്റുള്ള ബ്യൂട്ടി മേഖലയെ കവച്ച് വെച്ച് മറ്റൊരു വലിയൊരു ലോകം സൃഷ്ടിക്കുക എന്നുള്ള വാഗ്ദാനങ്ങളൊന്നും ഞാൻ നടത്തിയിട്ടില്ല. ബട്ട് എന്നിൽ ഉള്ള എനിക്ക് പൂർണ്ണ വിശ്വാസമുള്ള സർവീസുകൾ ഞാനിവിടെ പ്രവാസികൾക്ക് കൊടുക്കും എന്നുള്ളതാണ്. എന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ നിലനിൽക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. രഞ്ജിമ, ഈ ഒരു സൗന്ദര്യ ലോകത്തേക്ക് എത്തിയിട്ടിപ്പം എത്ര വർഷമായി? അതുപോലെ തന്നെ ഈ ഒരു സൗന്ദര്യ ലോകത്തേക്ക് എത്തിപ്പെടാനുണ്ടായ ഒരു കാരണം എന്താണ്? സൗന്ദര്യ ലോകം എന്ന് പറയുമ്പം എല്ലാവരുടെയും മനസ്സിൽ കാഴ്ചപ്പാടുകൾ ഡിഫറെൻ്റ് ആണ്. ചിലർ അതിന് നിറം കൊണ്ടാണ് അർത്ഥമാക്കുന്നത്. ചിലർ മനോഹരമായ കണ്ണുകൾ, മനോഹരമായ മുടി, അല്ലെങ്കിൽ അങ്ങനെ ഓരോരോ ഘട്ടങ്ങളാണ് ഓരോരുത്തരുടെ സൗന്ദര്യ സങ്കല്പം എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചു എനിക്ക് സൗന്ദര്യ സങ്കല്പം എന്ന് പറയുന്നത് നമ്മൾ ആരോഗ്യത്തോടു കൂടി ഇരിക്കുക എന്നുള്ളതാണ്. ആരോഗ്യമുള്ള ശരീരം വാർത്തെടുക്കുക, അതിലൂടെ നമ്മളെ സൗന്ദര്യ സങ്കല്പം മാറ്റിയെടുക്കുക എന്നുള്ള ആ ഒരു വിശ്വാസമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പം ചെറുപ്പം മുതലേ കണ്ണെഴുതി പൊട്ട് തൊട്ട് നടക്കുന്ന ഒരു ശീലമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതിലൂടെ തന്നെ എന്നിലുള്ള സൗന്ദര്യം, അല്ലെങ്കിൽ ഞാൻ സൗന്ദര്യം എന്താണ്, എൻ്റെ മനസ്സിലുള്ള സൗന്ദര്യം, അത് ഞാൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആ ഒരു സൗന്ദര്യ സങ്കല്പം എത്രത്തോളം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് ഞാൻ ഇപ്പോഴും ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയൊരു ബ്രാഞ്ച് കരാമയില് ഓപ്പൺ ചെയ്യാനല്ലേ? എന്നത്തേക്കാണ് അതിന്റെ ഓപ്പണിങ്? ദൈവത്തിന് അനുഗ്രഹത്താൽ കിസൈസില് ദമാസ്ക സ്ട്രീറ്റില് കല്യാൺ സിൽക്കിനോട് ചേർന്ന് നമ്മുടെ ഓറ ഗ്ലോബൽ ബ്യൂട്ടി ലോഞ്ച് ഓപ്പൺ ചെയ്തിട്ട് 1.5 വർഷമായി. ഈ 1.5 വർഷത്തിനുള്ളിൽ തന്നെ നമുക്കൊരു പുതിയ സ്പേസ് കിട്ടിയും കരാമയില് ഊതുമേത്തയില്, അതും RTO ബസ് സ്റ്റാൻഡിനകത്താണ്. അപ്പോൾ അത്രയും നല്ലൊരു സ്ഥലത്ത് നമുക്കൊരു സലൂൺ തുടങ്ങാനുള്ള ഒരു സ്പേസ് കിട്ടി. ദൈവത്തിന് അനുഗ്രഹത്താൽ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പോകുന്നു. ഇന്റീരിയർ വർക്കുകളെല്ലാം കഴിഞ്ഞ് ഈ ഒരു റംദാൻ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ അതിന്റെ ഓപ്പണിംഗ് ആയിരിക്കും. ഓക്കെ രഞ്ജിമ, നമുക്കറിയാം രഞ്ജിമ ഒരുപാട് ഫിലിം ആക്ട്രസ് അല്ലേ? മലയാളം മാത്രമല്ലല്ലോ, മറ്റു ഭാഷകളിലൊക്കെ ഏറ്റവും എൻജോയ് ചെയ്ത ഒരു വർക്ക്, അല്ലെങ്കിൽ ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തോന്നിയ ഒരു ആക്ട്രസ് ആരാണ്? അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യാൻ ഏറ്റവും എളുപ്പം തോന്നിയ ഒരു ആക്ട്രസ് ആരാണ്? അങ്ങനെ പറയുമ്പോൾ എല്ലാവരും എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഓരോ ആർട്ടിസ്റ്റുകളും എനിക്ക് ഓരോ യൂണിവേഴ്സിറ്റികളാണ്. ഞാൻ അവർക്ക് മേക്കപ്പ് ചെയ്യുന്നു എന്നതിനേക്കാൾ ഉപരി അവരിൽ നിന്ന് എനിക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ബിക്കോസ് എൻ്റെ എഡ്യൂക്കേഷൻ എനിക്ക് വേണ്ടത്ര രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരാളാണ്. എന്നതുകൊണ്ട് തന്നെ ഓരോ ആർട്ടിസ്റ്റുകളും എനിക്ക് ഓരോ പാഠങ്ങളാണ് തരുന്നത്. ഇപ്പം മമത മോഹൻദാസ് ആണെങ്കിലും, ഭാവനയാണെന്നുണ്ടെങ്കിലും, പ്രിയാമണി ആണെങ്കിലും, റിമി ടോമി ആണെങ്കിലും, ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകളും എനിക്കൊരു വലിയൊരു യൂണിവേഴ്സിറ്റി പോലെയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും എനിക്ക് മമത മോഹൻദാസുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ എൻജോയ് ചെയ്ത ഒരുപാട് സിനിമകളുണ്ട് മമതയായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന രുദ്രങ്കി എന്ന് പറയുന്ന തെലുങ്കിൽ ചെയ്തിരിക്കുന്ന ഒരു രുദ്രങ്കി സിനിമ. അപ്പോൾ എൻ്റെ സങ്കല്പത്തിൽ, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു ആക്ട്രസ് ആണ് ദീപിക പദുക്കോൺ. അപ്പോൾ ദീപിക പദുക്കോണൊക്കെ പത്മാവതി പോലുള്ള സിനിമകളിലൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡ്രസ്സിങ്ങും മേക്കപ്പും ആ ഒരു
ഒരു സ്റ്റൈലായിരുന്നു എനിക്ക് രുദ്രങ്കിയിൽ മമതയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ എൻ്റെ മനസ്സിലും ദീപിക പതുക്കോണായിട്ടാണ് ഞാൻ മമത മോഹൻദാസിനെ എപ്പോഴും ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് അതെല്ലാം കുറേ കാര്യങ്ങൾ എനിക്ക് സിമിലർ ആയിട്ട് തോന്നി. അപ്പോൾ ഒത്തിരി എൻജോയ് ചെയ്ത വർക്ക് എന്ന് പറയുന്നത് രുദ്രങ്കി തന്നെയാണ്. എത്രാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് സ്വയമായിട്ട് ഒരാളെ മേക്കപ്പ് ചെയ്യാനായിട്ട് ഇറങ്ങി സാധിച്ചത്? അത് വയസ്സ് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എൻ്റെ ഒരു സുഹൃത്തിന്റെ സഹോദരിയുടെ കല്യാണത്തിന് ഐ തിങ്ക് ഒരു 10-22 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു വളരെ അടുത്തൊരു സുഹൃത്തിൻ്റെ സഹോദരിയുടെ കല്യാണത്തിനാണ് ഞാൻ ആദ്യമായിട്ട് മേക്കപ്പ് ചെയ്യുന്നത്. അപ്പം മേക്കപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല, വെറുതെ ടാൽക്കം പൗഡർ മുഖത്ത് തേച്ച് കൊടുത്തു, കണ്ണൊക്കെ എഴുതി, പിന്നെ ഐബ്രോസ് ഒക്കെ വരച്ചു കൊടുത്ത്, മുടിയൊക്കെ കെട്ടിക്കൊടുത്ത്, മുല്ലപ്പൂവൊക്കെ ചുറ്റി, അത്രേ ഉള്ളൂ. പിന്നെ അന്നത്തെ കാലത്ത് എനിക്ക് ലിപ്സ്റ്റിക് ഒന്നും വാങ്ങിക്കാൻ പോകാൻ അറിയാത്തത് കൊണ്ട്, ലിപ്സ്റ്റിക് എന്താണെന്നൊന്നും അറിയാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ജ്വല്ലറി ഒക്കെ കിട്ടുന്ന പേപ്പർ ഉണ്ടല്ലോ, റോസ് പേപ്പർ, അതിങ്ങനെ നനച്ചിട്ട് ചുണ്ടുമ്പോൾ ഇങ്ങനെ തേച്ച് കൊടുത്തു. അതാണ് എൻ്റെ മേക്കപ്പിൻ്റെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പിന്നീട് കസിൻസുകളെല്ലാം കല്യാണം ചെയ്യുമ്പം എല്ലാവരെയും ആ കല്യാണത്തിൻ്റെ ദിവസം അവരെ അണിയിച്ചൊരുക്കുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടി ആയിട്ട് മാറി. അങ്ങനെയാണ് മേക്കപ്പിലേക്ക്. നല്ല തിരക്കാണ് ആ ഒരു ഫീൽഡിൽ നമുക്ക്, അല്ലേ? അല്ലല്ല, അങ്ങനെ ഇപ്പൊ തിരക്കാണ്. അന്നത്തെ കാലത്ത് ഇത് നമ്മൾ പ്രൊഫഷനായിട്ട് എടുക്കുന്നതൊന്നും ചിന്തിക്കുന്നില്ല. അന്നത്തെ ആ ഒരു സമയത്തിന്റെ ഇതുകൊണ്ട്, ഇഷ്ടം കൊണ്ട് നമ്മൾ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് നമ്മൾ അല്ലാണ്ട് ഇതൊരു ഫീൽഡായിട്ട് കൊണ്ടുപോകണമെന്നൊന്നും അറിഞ്ഞില്ല, ചിന്തിച്ചിട്ടില്ല. പക്ഷെ ശരിക്കും പറഞ്ഞ രഞ്ജിമ ഇപ്പൊ ഇരിക്കുന്ന ഈ ഒരു പൊസിഷൻ അത്ര ഈസി ആയിട്ടല്ല രഞ്ജിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത്, അല്ലെ, ഒരുപാട് കല്ലും മുള്ളും ഉള്ള വഴിയിലൂടെ ഒറ്റയ്ക്കാണ് സഞ്ചരിച്ചത്. അവിടുന്ന് വന്നിട്ടാണ് ഇപ്പോൾ ഈ ഒരു സൗന്ദര്യ ലോകത്ത് ഒരു ചെയറില് അഭിമാനത്തോടുകൂടി തലയുയർത്തി പിടിച്ചിരിക്കുന്നത്. ആ യാത്ര ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഒറ്റയ്ക്ക് അല്ല സഞ്ചരിച്ചത്, ഞാൻ എൻ്റെ ശരീരമാണ് ഒറ്റയ്ക്ക് സഞ്ചരിച്ചത്. പക്ഷേ എന്നോടൊപ്പം സഞ്ചരിക്കാൻ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. ആ സ്വപ്നങ്ങൾ എന്നോടൊപ്പം ചേർന്ന് നിന്നതുകൊണ്ടാണ് എനിക്കിന്നിപ്പം സന്ധ്യ ചേച്ചിയുടെ കൂടെ ഈ ഒരു സീറ്റ് എനിക്ക് ഷെയർ ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഐ എം സോ ഹാപ്പി. ബട്ട് ഇപ്പം നമ്മളെപ്പോഴും പറയാറുണ്ട്, ആരും ഇല്ലെങ്കിൽ ഈ ലോകത്ത് ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കും എന്നൊക്കെ നമ്മളെപ്പോഴും, അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. പക്ഷെ നമുക്ക് ആരെങ്കിലുമൊക്കെ വേണം. ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്തത് കൊണ്ടും ആരെങ്കിലുമൊക്കെ എന്നെ പുറകെ നിന്ന് പുഷപ്പ് ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ദുബായ് നഗരം പോലുള്ള ഈ ഒരു നഗരത്തിൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അല്ലാണ്ട് എനിക്കായിട്ട്, പക്ഷെ എന്നിലുള്ള ആ ഒരു ഊർജം ആയിരുന്നു. ആരൊക്കെ സപ്പോർട്ട് ചെയ്താലും നമുക്ക് മുന്നോട്ട് പോകണം, നമ്മളും കൂടി ആഗ്രഹിക്കണമല്ലോ. പണ്ടാണ്ട് പറഞ്ഞതുപോലെ ഊട്ടുവരെ ചൂണ്ടിക്കൊടുക്കുന്നു, പോയി കഴിക്കുക എന്നുള്ള ഉത്തരവാദിത്വം എനിക്കാണ്. അങ്ങനെ എനിക്ക് ചൂണ്ടി തന്ന ഊട്ടുവരകളിൽ പോയി കഴിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. അതർവൈസ് എനിക്ക് നിങ്ങളുടെ സഹായങ്ങളൊന്നും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പടപൊരുതിക്കോളാം എന്ന് പറയുന്നിടത്ത് ഞാൻ സ്വയം തോൽക്കാൻ തയ്യാറാകണം. അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എടുത്തു പറയേണ്ട, അല്ലെങ്കിൽ എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട ഏതെങ്കിലും പേരുകളോ മുഖങ്ങളോ ഉണ്ടോ? ഒരുപാട് പേരുണ്ട്. എനിക്ക് റിമി ടോമിനെ മറക്കാൻ കഴിയില്ല, ഭാവനേനെ മറക്കാൻ കഴിയില്ല, രമ്യ നമ്പീശനെ മറക്കാൻ കഴിയില്ല, ഗോവിന്ദേട്ടനെ മറക്കാൻ കഴിയില്ല, അങ്ങനെ RLV ഉണ്ണികൃഷ്ണൻ മാഷിനെ മറക്കാൻ കഴിയില്ല. അങ്ങനെ ഓരോരുത്തരും എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ അവിടെ എവിടെയായിട്ടുണ്ട്. അവരെല്ലാം തന്ന പ്രചോദനവും, അല്ലെങ്കിൽ അവരെല്ലാം നീട്ടിത്തന്ന ആ ഒരു എന്താ പറയുക, നമ്മുടെ മുമ്പിലേക്ക് ഒരു അക്ഷയപാത്രം പോലെ കൊണ്ട് തന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങോട്ട് കയറാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ എന്താ പറയാ, കൂലിവേലക്കാരായ അച്ഛനും അമ്മയും 4 മക്കളിൽ ഏറ്റവും ഇളയതായിട്ട് ജനിച്ച് സാമ്പത്തിക സ്ഥിരതയില്ലാത്ത ഫാമിലിയാണ്. അപ്പം അന്നന്ന് കൊണ്ടുവരുന്ന ആഹാരം കൊണ്ട് കഴിഞ്ഞു കൂടുന്ന ഒരു കുടുംബത്തിൽ അംഗമാണ് ഞാൻ. വേണ്ടത്ര തരത്തിൽ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, കലാപരമായിട്ട് യാതൊരു വിധവും പ്രോത്സാഹനവും കിട്ടാത്തൊരു ഫാമിലിയാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ലാത്തൊരു ഫാമിലിയിൽ നിന്ന് രഞ്ജുമാർ എന്ന് പറഞ്ഞൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചുറ്റിലും കുറെ പേരുണ്ടായിരുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. തീർച്ചയായും അതൊരു വലിയ സത്യം തന്നെയാണ്. പിന്നെ അതൊരു നഗ്ന സത്യമാണ്. നമുക്കൊരിക്കലും ഇപ്പം നമ്മളിപ്പം എന്താ പറയാ, നിങ്ങൾ ആരുടെ സപ്പോർട്ട് ഇല്ലാതെ എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് പറയുമ്പോഴും നമുക്ക് സപ്പോർട്ട് വേണം, തീർച്ചയായും ഉണ്ടാകും. അതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇപ്പം പലരും എന്നെ ഒരു ഭയങ്കര എന്താ പറയാ, നിങ്ങൾ ഭയങ്കര ഫെമിനിസ്റ്റ് ആണ്, പുരുഷന്മാരെ ഇഷ്ടമല്ലാത്ത ഫെമിനിസമാണ് നിങ്ങൾ കൊണ്ടു നടക്കുന്നത്.
ഒരിക്കലും ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യില്ല. ഒരിക്കലും പുരുഷനില്ലാതെ സ്ത്രീയില്ല, സ്ത്രീയില്ലാതെ പുരുഷനില്ല. ഇപ്പോൾ എത്ര വിമൻസ് അസോസിയേഷനുകൾ ഇവിടെ വെന്നിക്കൊറി പാറിച്ച് മുന്നോട്ട് പോയാലും അറ്റ്ലീസ്റ്റ് ലൈറ്റ് ആൻഡ് സൗണ്ട് എങ്കിലും ചെയ്യാനൊരു മെയിൽ വേണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം നമ്മൾ ഒരിക്കലും ആണിന് മുകളിലല്ല, ആണിന് താഴെയുമല്ല. അതാണ് രഞ്ജിമ്മയുടെ ഒരു ഫെമിനിസം. എന്റെ ഫെമിനിസം എന്ന് പറയുന്നത് റൈറ്റ് ഇക്വാലിറ്റി തന്നെയാണ്. ഇപ്പൊ അതുണ്ടോ, ലഭിക്കുന്നുണ്ടോ ഒരു റൈറ്റ് ഇക്വാലിറ്റി? എനിക്ക് കിട്ടാത്ത ഇക്വാലിറ്റിയെ കിട്ടേണ്ട അടുത്തുനിന്ന് ചോദിച്ചു വാങ്ങിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട്. തീർച്ചയായും. എനിക്ക് അവിടെ എൻ്റെ ഇടം കിട്ടിയില്ല, ആരാ നിങ്ങൾക്ക് ഇടം തരേണ്ടത് എന്ന് നമ്മൾ ചോദിക്കും. നമ്മൾ തന്നെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. തീർച്ചയായും ഇടങ്ങൾ ഞാൻ കണ്ടുപിടിക്കുകയാണ്. അവിടെ ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി എടുക്കുന്നത് കൊണ്ടും ഞാൻ കൊടുക്കുന്നതാണ് എനിക്ക് റിട്ടേൺ കിട്ടുന്നത്. തീർച്ചയായും തന്നെ ഒരു അർദ്ധനാരീശ്വര സങ്കല്പം അല്ലെ എന്നൊന്നുണ്ടല്ലോ, അതിൽ തന്നെ പുരുഷനും സ്ത്രീയും പരസ്പര പൂരകങ്ങളാണ്. അതെ, മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ കഴിയുന്ന ഒരു ലോകത്തിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇടങ്ങളുണ്ട്, നമ്മുടേതായിട്ടുള്ള അവകാശങ്ങളുണ്ട്, നമ്മുടേതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ നേടിയെടുക്കണമെങ്കിൽ റൈറ്റ് വേയിലൂടെ തന്നെ പോകണം. തീർച്ചയായും ആ റൈറ്റ് വേയിലൂടെ തന്നെ സഞ്ചരിച്ചത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ എനിക്ക് എൻ്റെതായിട്ടുള്ള ഇടങ്ങൾ എനിക്ക് കിട്ടിയത്. നമുക്കറിയാം, പ്രത്യേകിച്ചും കേരളത്തില് മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ഇങ്ങനെയൊക്കെ ചില പേരുകൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഒരു വ്യക്തിത്വം മാത്രമേ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുള്ളൂ. അതുപോലെയാണ് രഞ്ജു, രഞ്ജിമാർ എന്ന ഈ ഒരു പേര് കേൾക്കുമ്പോൾ മറ്റൊരാളെ നമുക്ക് അവിടേക്ക് കാണാൻ പറ്റില്ല. ഈ ഒരൊറ്റ വ്യക്തിത്വമേ ഉള്ളൂ. കാരണം കേരളത്തിലെ രഞ്ജു, രഞ്ജിമാർ എന്ന പേരിൽ ഒരാളേ ഉള്ളൂ. ഈ പേരിന്റെ പിന്നിലുള്ള ഒരു രഹസ്യം എന്താണ്? ഇത്രയും അത് ആക്സിഡന്റലി സംഭവിച്ചതാണ്. ഇതൊരിക്കലും രഞ്ജു, രഞ്ജിമാർ എന്നുള്ളൊരു പേരല്ലായിരുന്നു ഞാൻ കണ്ടെത്തിയത്. രഞ്ജു, രഞ്ജിമ, രഞ്ജു രഞ്ജിമയായിരുന്നു. പക്ഷെ ഞാനത് ഐഡി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആക്സിഡന്റലി ഒരാറ് കയറി പോന്നു. അതിനകത്ത് സ്പേസിന് ഇപ്പുറത്ത് കിടന്ന ആറിനകത്ത് എൻ്റെ വിരല് തട്ടി ഈ എമ്മയുടെ ചേർന്ന് 6 കയറി. അങ്ങനെ അപ്ഡേഷൻ വരുമ്പോ രഞ്ജു, രഞ്ജി മാറും. ഇതെങ്ങനെ സംഭവിച്ചു? അത് അപ്ഡേറ്റ് ആയി കഴിഞ്ഞു, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാനും വിചാരിച്ചു ഓക്കെ കിടക്കട്ടെ. പക്ഷെ എനിക്ക് അതുകൊണ്ടൊരു ഗുണമുണ്ടായി. എവിടെ ചെന്നാലും എല്ലാ എന്താ പറയാ, രമ്യ, സന്ധ്യ, സുബി, സിനി എന്നൊക്കെ പറയുന്നത് രഞ്ജു, രഞ്ജി മാറ, അത് കുറച്ച് വേറിട്ട് നിൽക്കുന്നുണ്ട്. തീർച്ചയായും ആ പേരിൽ തന്നെ ഒരു ആക്സിഡന്റിൽ വന്ന 6 ഒരുപാട് ഒരു ഇമ്പാക്ട് തരുന്നുണ്ട് ആ പേരിൽ. ഞാൻ സ്പ്രെഡ് ആണെന്നാണ് അതിന്റെ ഒരു മീനിങ്. രഞ്ജി മാർ, ഒന്നിൽ കൂടുതൽ എന്നുള്ള ഒരു ഇതാണ്. സ്പ്രെഡായി കിടക്കുന്ന, സ്പ്രെഡായി കിടക്കുക. എന്തായാലും ആ ഒരു പേരിൽ തന്നെ ആ ഒരു വ്യക്തിത്വവും എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട്. നമുക്കറിയാം, നമുക്ക് ലോകത്ത് ആരുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട് എല്ലാത്തിനും ഏറ്റവും അത്യാവശ്യമാണ് അല്ലെ. ഒന്ന് പിച്ച വെച്ച് നടക്കണമെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് വേണം പിച്ച വെച്ച് പുറത്തോട്ടിറങ്ങാൻ. അപ്പൊ എത്രത്തോളം സപ്പോർട്ട് രഞ്ജിമയ്ക്ക് കിട്ടിയിട്ടുണ്ട് ഫാമിലിയുടെ ഭാഗത്ത് നിന്നും? അല്ല, സപ്പോർട്ടിങ്ങിനേക്കാൾ ഉപരി എൻ്റെ ഫാമിലി എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. കാരണം സാധാരണ തരത്തിൽ മറ്റുള്ളവർ അനുഭവിക്കുന്ന സ്ട്രഗിളിങ് എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈമിൽ എനിക്ക് എൻ്റെ ഫാമിലി എന്നോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു ധൈര്യമായിരുന്നു എന്നെ മുന്നോട്ട് നയിച്ചത്. എൻ്റെ ഫാമിലിക്ക് അറിയാം ഞാൻ ഒരിക്കലും ഒരു തെറ്റിൻ്റെ പാത തിരഞ്ഞെടുക്കില്ല. ഞാൻ ചെയ്യുന്നത് റൈറ്റ് വേ തന്നെ ആയിരിക്കും, ഞാൻ സെലക്ട് ചെയ്യുന്നത് റൈറ്റ് വേ തന്നെ ആയിരിക്കും എന്നതുകൊണ്ട് തന്നെ എൻ്റെ ഫാമിലി എപ്പോഴും, അന്നും ഇന്നും എന്നും എപ്പോഴും, ഇവനിപ്പോൾ എൻ്റെ വീട്ടിലൊരു ചെയർ മാറ്റിയിടണമെന്നുണ്ടെങ്കിൽ പോലും എൻ്റെ പെർമിഷൻ ഇല്ലാതെ ചെയ്യില്ല. അത്രത്തോളം ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് അറ്റാച്ച്ഡാണ്. അത്രത്തോളം എൻ്റെ, ഇവനിപ്പോൾ എൻ്റെ അമ്മ മാത്രമല്ല, എൻ്റെ സഹോദരങ്ങളാണെങ്കിലും സഹോദരങ്ങളുടെ വീട്ടിലാണെങ്കിലും ഇവൻ എല്ലാവരും തന്നെ എൻ്റെ ഒരു വാക്കിന് മൂല്യം കൽപ്പിക്കുന്നവരാണ്. പക്ഷെ അമ്മയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് അല്ലേ രഞ്ജിമ? അമ്മയായിട്ട് അറ്റാച്ച്ഡ് ആണ്, ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈമിൽ ഞാൻ ഏറ്റവും കൂടുതൽ വഴക്കടിക്കുന്ന ഒരാളും അമ്മയാണ്. കാര്യം നമുക്ക് ഏറ്റവും കൂടുതൽ വഴക്കടിക്കാൻ പറ്റുന്ന ആൾ അമ്മയാണ്. നമ്മൾ ഇട്ടിട്ട് പോകില്ല എന്നൊരു ഉറപ്പ് നമുക്ക് എപ്പോഴും ഉണ്ട്. മാസത്തിലൊരു 10 ദിവസമെങ്കിലും ഞങ്ങൾ മിണ്ടാണ്ടിരിക്കും. നമുക്കറിയാം, നമ്മൾ ആരാണെങ്കിലും നമ്മുടെ ഒരു സ്വത്വം തിരിച്ചറിഞ്ഞു കഴിഞ്ഞെങ്കിൽ മാത്രമേ ആ ഒരു വ്യക്തിക്ക് സ്വതന്ത്രമായി സന്തോഷമായി നമ്മുടെ ജീവിതം
മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ രഞ്ജിമയുടെ സ്വത്വം തിരിച്ചറിഞ്ഞാണ് അല്ലെ. അപ്പൊ അതില് ഒരുപാട് ബുദ്ധിമുട്ടുകളും സ്ട്രഗ്ലിങ്ങുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ഞാൻ ആ ഒരു അധ്യായത്തിലേക്ക് പോകാൻ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് ഞാൻ ആരാകണം എന്ന് ആഗ്രഹിച്ചോ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞു. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ഇനി എനിക്കൊരു തിരിച്ചുപോക്കുണ്ടെങ്കിലും ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണെന്ന്. ബിക്കോസ് ഇപ്പം എൻ്റെ സത്വം തിരിച്ചറിഞ്ഞതിനേക്കാൾ ഉപരി ഞാൻ എൻ്റെ ഇല്ലായ്മകളിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഒരു ദിവസം കഞ്ഞികുടി മുട്ടാതെ എനിക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കേണ്ടതായിട്ടുള്ള എല്ലാ ദുഃഖങ്ങളും എല്ലാ സന്തോഷങ്ങളും എക്സ്ട്രീം ലെവലിലും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ദുഃഖത്തിന്റെ എക്സ്ട്രീം ലെവൽ അനുഭവിച്ചിട്ടുണ്ട്, സന്തോഷത്തിന്റെ എക്സ്ട്രീം ലെവൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇനി എനിക്കൊരു തിരിച്ചുപോക്കുണ്ടെങ്കിലും ഐ എം സോ ഹാപ്പി. എനിക്ക് അതിനെപ്പറ്റി ഞാൻ ബോധർ ചെയ്യാറില്ല, ഞാൻ അതിനെപ്പറ്റി ഓർത്ത് ടെൻഷൻ അടിക്കാറില്ല. ബിക്കോസ് എനിക്ക് താഴ്ചയിൽ എന്തായിരുന്നു എന്നുള്ളത് എനിക്കറിയാം, മുകളിൽ എന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. മിഡിലാണ് ഞാൻ ജീവിക്കുന്നത്. ഈ മിഡിൽ ജീവിക്കുമ്പോൾ എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു മെന്റാലിറ്റിയാണ് എനിക്ക്. എന്നതുകൊണ്ട് തന്നെ നമ്മളിപ്പം പഴയ കാലങ്ങൾ ഓർത്ത് ഞാൻ അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു എന്നുള്ളത് അത് എൻ്റെ മാത്രമായിട്ടുള്ള സ്വകാര്യതയാണ്. തീർച്ചയായും ഞാൻ അനുഭവിച്ച വേദനകളും കുറെയൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് പരിധി വരെ അതിനെ നമ്മൾ മറ്റുള്ളവർ കാണുന്നത് നമ്മൾ സിമ്പതിക്ക് വേണ്ടിയിട്ട് നമ്മളെ പറയുന്നതാണ്. ഇവർക്ക് എന്തോ സിമ്പതി കിട്ടാൻ. ഐ ഡോണ്ട് നീഡ് എനി സിമ്പതി ഫ്രം യുവർ സൈഡ് ബിക്കോസ് ഐ നോ ഹു മൈസെൽഫ്. ഡെഫിനറ്റ്ലി എനിക്ക് ഞാൻ ആരാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് ജീവിക്കുന്നത് എന്നുള്ളതാണ് മുഖ്യം. ഡെഫിനറ്റ്ലി ഞാൻ എങ്ങനെ ജീവിക്കുന്നു, ഞാൻ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കുന്നു, എല്ലാവർക്കുമുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിക്കാൻ ബാധ്യസ്ഥയാണ് ഞാൻ. അന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ദുബായ് നഗരം തെരഞ്ഞെടുത്തത്. തീർച്ചയായും ഒരു കാലഘട്ടത്തില് ഒരുപാട് കാറ്റഗറൈസ് ചെയ്യപ്പെട്ട ഒരു വിഭാഗമായിരുന്നു. പക്ഷെ അവരിലൊക്കെ ഒരു പ്രചോദനമാണെന്ന് രഞ്ജിമ. കാര്യം എവിടെയും നമ്മൾ കഠിനാധ്വാനം, നമ്മൾക്കൊരു വില്ലുണ്ടെങ്കിൽ അവിടെ എത്തിച്ചേരാൻ പറ്റുമെന്നുള്ള ഒരു മാർഗം രഞ്ജിമ കാണിച്ചു കൊടുത്തു എന്നുള്ളൊരു വാസ്തവം തന്നെയാണ്. ഞാനത് അവകാശപ്പെടില്ല. ടു ബി വെരി ഓണസ്റ്റ്, എന്നോട് എന്ത് തോന്നിയാലും, ബിക്കോസ് ഞാനാണ് എല്ലാത്തിൻ്റെ ഒരു നേതൃസ്ഥാനമൊന്നും അല്ലെങ്കിൽ ഞാനാണ് വഴി കാണിച്ചു കൊടുത്തതെന്നും ഞാൻ ഒരിക്കലും അവകാശപ്പെടില്ല. എവ്രി വൺ ഹാവ് ചോയ്സ്. അത് ആ ചോയ്സ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് റൈറ്റ്സ് ആണ്. എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അവരുടെ റൈറ്റ്സ് ആണ്. ഞാൻ എൻ്റെ വഴി ഞാൻ സഞ്ചരിച്ചു. എന്നോടൊപ്പം ആർക്ക് സഞ്ചരിക്കാൻ താല്പര്യമുണ്ടോ അവർക്കൊക്കെ സഞ്ചരിക്കാം. അതായിരുന്നു തീർച്ചയായും. അല്ലാണ്ട് ആരെയും ഞാൻ ബലമായിട്ട് കൂട്ടിക്കൊണ്ട് വന്നാൽ പോലും ആരും എവിടെ എത്താൻ പോകുന്നില്ല. രക്ഷപ്പെടണം എന്ന ആഗ്രഹമുള്ളവർ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു എയിമുണ്ട്, ആ എയിമിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എവിടെയെങ്കിലും എത്തുന്നത്. എന്നതുകൊണ്ട് തന്നെ എനിക്ക് സധൈര്യം പറയാൻ കഴിയും, ഞാൻ ആരെയും കുപ്പത്തൊട്ടിലേക്ക് വലിച്ചെറിഞ്ഞില്ല. ഞാൻ കുപ്പത്തൊട്ടിൽ നിന്ന് വലിച്ചെടുക്കാനാണ് ശ്രമിച്ചത്. അവരെല്ലാവരെയും ഞാൻ മാണിക്യമാക്കാനാണ് ശ്രമിച്ചത്. എന്നതുകൊണ്ട് തന്നെ ഞാനാണ് അവരുടെ എല്ലാം മോട്ടിവേറ്ററൊന്നോ അല്ലെങ്കിൽ അവരെ എല്ലാം ഇൻഫ്ലുവൻസറൊന്നോ ഞാൻ പറയാറില്ല. ദെൻ ലോകം അതാണ്, സഞ്ചരിക്കുന്ന ലോകം അങ്ങനെയാണ്. ഇപ്പം നമ്മൾ ആര് കൈപിടിച്ചുയർത്തി എന്നതല്ല കാര്യം, അതിന് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല. ഇനിയിപ്പോ സൗന്ദര്യ മേഖലയിലേക്ക് കടന്നു വരാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ദുബായിൽ ഒരു ബിസിനസ് തുടങ്ങണം, ഇതുപോലെ ഒരു മേഖലയിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് രഞ്ജിമ എന്തായിരിക്കും ഒരു പറഞ്ഞു കൊടുക്കാൻ പറ്റുക? അല്ല, നമ്മൾ എന്തൊരു ബിസിനസ്, ഈവൻ ഇപ്പോൾ ബ്യൂട്ടി മേഖലയാണെന്നുണ്ടെങ്കിലും ഒരു ബൊട്ടിക് ആണെന്നുണ്ടെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ്, എനി കൈൻഡ് ഓഫ് ബിസിനസ്, നമ്മൾ നല്ല സർവീസ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളൊരു 10 ലക്ഷം രൂപ നമ്മുടെ അവളെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിറ്റേ മാസം 20 ലക്ഷം രൂപ അതിൽ നിന്ന് നേടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ലക്ഷം രൂപ പോയിട്ട് 20 രൂപ പോലും നമുക്ക് കിട്ടില്ല. ബിക്കോസ് നമ്മൾ അവിടെ വളഞ്ഞ വഴി സ്വീകരിക്കേണ്ടതായിട്ട് വരും. 20 ലക്ഷം രൂപ നമുക്ക് തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ. അതേസമയം നമ്മുടെ കസ്റ്റമേഴ്സ്, നമ്മുടെ മുമ്പിൽ വരുന്നവർ ഭയങ്കര ഹാപ്പി ആയിട്ട് തിരിച്ചു പോകുന്നു. ഏതെങ്കിലും ഒരു ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു മാളിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് വെച്ചോ നമ്മളെ കാണുമ്പോൾ ചിരിച്ച മുഖത്തോടു കൂടി നമ്മുടെ അടുത്തേക്ക് വരണം. അതാണ് നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അതിലൂടെയാണ് നമുക്ക് നല്ല ബിസിനസ് ഉണ്ടാക്കാൻ കഴിയുന്നത്. എന്നെ സംബന്ധിച്ച് ഈ ബിസിനസ് മേഖല എനിക്ക് തന്നിരിക്കുന്നത് ഒരുപാട് നല്ല 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 ബന്ധങ്ങളാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും
എനിക്ക് സ്വപ്നം കാണാത്ത ഇടങ്ങളിലേക്ക് എനിക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ട്. ബുർജ് ഖലീഫയിൽ വെച്ച് നടന്ന വെഡ്ഡിങ്ങുകൾക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആകാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ രഞ്ജുമാറിനെ സംബന്ധിച്ച് അതൊരു പ്രൗഡ് മൂമെൻ്റ് ആണ്, അതൊരു അച്ചീവ്മെൻറ്റ്സ് ആണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് നല്ല സർവീസുകൾ കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു ദുബായ് നഗരത്തിൽ ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മഫസ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി എന്ന് പറയുന്നൊരു കമ്പനിയുടെ പിന്തുണ കൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ എവിടുന്നെങ്കിലും കിട്ടുന്ന നാണയത്തൊട്ടുകൾ ശേഖരിച്ച് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അതെവിടെ സ്പേസ് ചെയ്യണം, അതാരായിരിക്കണം നമ്മളെ കൺട്രോൾ ചെയ്യേണ്ടത്, ആരായിരിക്കും നമുക്ക് നല്ലൊരു വഴി കാണിച്ചു തരുന്നത്. അപ്പം ഇവിടെ നല്ല എല്ലായിടത്തും ചതികളുള്ള ഇടങ്ങളാണ്. നമ്മളവിടെ കൊണ്ടുവന്നിട്ടൊരു ബിസിനസ് തുടങ്ങുമ്പോൾ റൈറ്റായിട്ടുള്ള ഇടത്ത് കൊണ്ടുപോയി തുടങ്ങുക എന്നുള്ളതാണ്. അല്ലാണ്ട് നാളെ ഞാൻ ഇവിടുത്തെ ഒരു യൂസുഫ് അലി ആകണം എന്ന് വിചാരിച്ചുകൊണ്ട് വരരുത്. എല്ലാവരും ബിസിനസ്സിനെ ബിസിനസ്സായിട്ട് തന്നെ കാണുക. അവിടെ നമ്മൾ കൊടുക്കേണ്ടത് സിൻസിയാരിറ്റിയാണ്, നമ്മുടെ പഞ്ച്വാലിറ്റിയാണ്, കോമൺ സെൻസ് ഉണ്ടാകും, നമ്മുടെ കോൺഫിഡൻസ് ഉണ്ടാകും, നമ്മുടെ ടൈം പഞ്ച്വാലിറ്റി ഉണ്ടാകും. ഇതെല്ലാം കോർത്തിണക്കുന്നതാണ് ബിസിനസ്. വെറുതെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ഏത് മേഖലയാണോ തിരഞ്ഞെടുക്കുന്നത് ആ മേഖലയിൽ നമുക്ക് വേണ്ടത്ര അറിവുണ്ടായിരിക്കണം. ആ അറിവ് നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിവുണ്ടായിരിക്കണം. ആ കഴിവാണ് നമ്മുടെ ബിസിനസ്സിനെ വളർത്തുന്നത്. അതുപോലെ തന്നെ മുതലാളി എന്ന് പറയുന്ന ആ ഒരു ചെയറിൽ നിന്ന് ഇറങ്ങി തൊഴിലാളികൾക്കിടയിലേക്ക് ഇറങ്ങുക. അവരാണ് നമ്മുടെ തൊഴിലാളികളാണ് നമ്മുടെ വിജയം. അപ്പം നമ്മൾക്ക് മാസം നമ്മുടെ പെട്ടി നിറയ്ക്കുക എന്നതിനേക്കാൾ ഉപരി നമ്മുടെ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ബിസിനസ് നാൾക്ക് നാൾ വിജയിക്കും. തീർച്ചയായും വളരെ നല്ല ചിന്താഗതികളാണ് രജിമ്മ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ദുബായ് ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. ദുബായ് ഇത്രയധികം സ്നേഹിക്കാനുള്ള ഒരു 3 കാരണങ്ങൾ ഞാൻ ചോദിച്ചാൽ രജിമ്മയ്ക്ക് എന്തായിരിക്കും ഉത്തരം പറയാനുണ്ടാവുക? ഒന്നാമത്തെ കാര്യം, സ്ത്രീകളെ ബഹുമാനിക്കുന്ന നാടാണ്. തീർച്ചയായും എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇവിടുത്തെ നിയമവ്യവസ്ഥ, നമുക്കൊരു പേടിയും ഭയവും ഒക്കെ ഉണ്ടാവും. ഉണ്ടായാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. നമ്മൾ എന്തിലേക്കാണ് നമ്മൾ എയിം ചെയ്യുന്നത്, നമ്മളിങ്ങനെ ഫ്രീ ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് പേടിയോടുകൂടി ജീവിക്കേണ്ട ഒരു രാജ്യം തന്നെയാണ് ദുബായ്, UAE എന്ന് പറയുന്നത്. അപ്പം ആ ഒരു പേടിയുണ്ട്. ഇവിടുത്തെ നിയമവ്യവസ്ഥയെ ഞാൻ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനിരുന്ന് ഈ ഒരു ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ യുദ്ധം നടക്കുന്ന ഒരു സമയമാണ്. ഇറാനും ഇസ്രയേലും ഒപ്പം അമേരിക്കയും കൂടി ചേർന്നുകൊണ്ടുള്ള വാർത്തകളിൽ കുറേ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈമിൽ നമ്മൾ എത്ര ഹാപ്പി ആയിട്ടാണ് ഇരുന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അത് നമുക്ക് ഇവിടുത്തെ ഭരണകൂടം തരുന്ന ഉറപ്പാണ്. ഈ ഭരണകൂടം നമ്മൾക്ക് തരുന്ന, നിങ്ങൾ അന്യരാജ്യക്കാരല്ല, നിങ്ങൾ ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ്, നിങ്ങൾ ഞങ്ങളെ മക്കളാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ സഹോദരങ്ങളാണ്, ഞങ്ങളിൽ ഉള്ളവരാണ് എന്ന് തരുന്ന ആ ഉറപ്പുണ്ടല്ലോ, ആ ഉറപ്പ് മതി. ഇതേ ഒരു അനുഭവം ഞാനിവിടെ ഫ്ലഡ് വന്ന സമയത്തും അനുഭവിച്ചതാണ്. 2023 75 വർഷങ്ങൾക്ക് ശേഷം വലിയ ഫ്ലഡില് ഞാനിവിടെ കുടുങ്ങിപ്പോയതാണ്. അന്നാണ് ഞാൻ ദുബായ് നഗരം കംപ്ലീറ്റ്ലി ഞാൻ കാണുന്നത്. വണ്ടിയിൽ ട്രാവൽ ചെയ്ത് എനിക്ക് എയർപോർട്ടിൽ പോകേണ്ടതാണ്. പക്ഷേ ഞാൻ ഒരു 2.5 മണിക്ക് ഇറങ്ങിയപ്പോൾ കംപ്ലീറ്റ് പല സ്ഥലങ്ങളും അടഞ്ഞു കിടക്കുവാണ്. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെയോ ഞാൻ എയർപോർട്ടിലെത്തി. എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ എയർപോർട്ടിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്ത്. പക്ഷേ ഞാൻ എയർപോർട്ടിൽ കുടുങ്ങി. പിറ്റേ ദിവസം, അന്ന് രാത്രി 9:40 പോകേണ്ട ഫ്ലൈറ്റ് പിറ്റേ ദിവസം രാവിലെ 8:20 ഒരു ഫ്ലൈറ്റ് കിട്ടുന്നത്. പക്ഷേ ആ ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഇവിടെ ഒരു ഫ്ലഡ് നടന്നതായിട്ട് കാണുന്നില്ല. അപ്പം ഞാൻ ആലോചിക്കുക, ഈശ്വര, ഇന്നലെ കണ്ട സ്ഥലമാണോ ഇത്? ഇത്രയും വെള്ളക്കെട്ടുകൾ കൂടി വന്ന സ്ഥലങ്ങളൊക്കെ എവിടെയാണെന്ന് ഞാൻ ആലോചിക്കുകയാണ്. മിക്ക ടണലുകളും വെള്ളം മൂടി കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ പിന്നെ നേരം വെളുത്തപ്പോൾ ഇതൊന്നും കാണാനേ ഇല്ല. അപ്പോൾ അത് ലോകത്തിലെ ഒരു ഭരണകൂടത്തിനും സാധിക്കാത്ത കാര്യമാണ്. ഒരു ഭരണകൂടത്തിനും സാധിക്കില്ല. അപ്പം ആ ഒരു ഉറപ്പുണ്ടല്ലോ, നമ്മുടെ ഭരണകൂടം നമുക്ക് തരുന്ന ഒരു ഉറപ്പ്, ആ ഉറപ്പാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. എന്നതുകൊണ്ട് തന്നെയാണ് ഐ ലവ് UAE,
ഇതെൻ്റെ ഫസ്റ്റ് ഹോമാണ്. ദിസ് ഇസ് നോട്ട് മൈ സെക്കൻഡ് ഹോം, ദിസ് ഇസ് മൈ ഫസ്റ്റ് ഹോം. വെരി ഗുഡ്, നല്ല മറുപടി. ഇത് തന്നെയാണ് UAE താമസിക്കുന്ന എല്ലാ പ്രവാസികൾക്കും പറയാനുള്ളത്. അതുപോലെ നമ്മൾക്കൊരു വേറിട്ട അനുഭവങ്ങളല്ല, നമ്മളെ ചേർത്ത് പിടിച്ചാണ് എല്ലാ ക്രൈസിസിലും UAE മുന്നോട്ട് പോകുന്നത് എന്ന് കരുതി ഞാൻ എന്റെ രാജ്യത്തെ തള്ളിപ്പറയോ തീർച്ചയായും ഇന്ത്യ മോശമാണെന്നൊന്നുമല്ല. ഞാൻ ഇന്ത്യൻ പൗരത്വം ഉള്ളത് കൊണ്ടാണല്ലോ എനിക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുന്നത്. പക്ഷേ കുറെ നല്ല 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 കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്, ഒരുപാട് നല്ല കാര്യങ്ങൾ. ഇപ്പം ഞാൻ ഷോപ്പിൽ നിന്ന് ഷോപ്പ് അടയ്ക്കുമ്പോൾ 10 മണിയാണ്, ചിലപ്പോൾ 12 മണിയൊക്കെ ആവും. അപ്പോൾ ഈ നല്ല ക്ലൈമറ്റ് ഉള്ള സമയങ്ങളിലൊക്കെ ഞാൻ നടന്നു പോകാറുണ്ട്. അപ്പോൾ ഞാൻ ഷോപ്പിൽ നിന്ന് നടന്ന് വീട് വരെ പോകുമ്പോൾ എനിക്ക് യാതൊരു വിധത്തിലെ ഫെസിലിറ്റികളോ കേൾക്കാറില്ല. എൻ്റെ മുമ്പിൽ വന്നിട്ടൊരു വണ്ടി സ്റ്റോപ്പ് ചെയ്യാറില്ല. എന്നെ ഒരു ഇറിറ്റേറ്റോട് കൂടി എന്നെ നോക്കുന്ന കണ്ണുകൾ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. വെൽ നോൺ പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നത്. തീർച്ചയായും ദുബായില് ഏറ്റവും അധികം സ്ത്രീകൾ പറയുന്ന ഒരു മറുപടി, ഒരു ഉത്തരമാണ് സ്ത്രീകൾക്കുള്ള. ഇവനിപ്പോ നമ്മുടെ സ്വന്തം നാടായ കേരളത്തിൽ പോലും ഞാൻ പലപ്പോഴും എന്തിനു പറയുന്നു, എൻ്റെ അങ്കമാലി ഷോപ്പിൽ നിന്ന് എൻ്റെ വീട്ടിലേക്കൊന്ന് നടന്നു പോകാൻ ഒരു സാഹചര്യം ഉണ്ടായി. അല്ലെങ്കിൽ എൻ്റെ വണ്ടിയിൽ ഞാൻ ഇരുന്നൊരു ചായ കുടിച്ചു കഴിഞ്ഞാൽ ആ ചായ കുടിച്ച് തീരുന്നതിനുള്ളിൽ ഞാൻ 10 പേർക്ക് മറുപടി കൊടുക്കണം. ഇവിടെ നമ്മളെ ചുഴിഞ്ഞു നോക്കുന്ന കണ്ണുകളോ നമ്മളെ കമന്റ് അടിക്കുന്ന നാവുകളോ ഒന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നത് ദുബായ് നഗരം അല്ലെങ്കിൽ UAE നഗരത്തെ നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മൊഞ്ച് കണ്ട് വരരുത്. ഇവിടുത്തെ മൊഞ്ചിൽ മയങ്ങിയാൽ നിങ്ങളുടെ ജീവിതം കട്ടപ്പുകയാകും. രാത്രി കാലങ്ങളിൽ നിശാ ക്ലബ്ബുകളിൽ പോയി പാർട്ടികളിൽ ആഘോഷിച്ച് എപ്പോൾ വേണമെങ്കിലും പോയി കിടന്നുറങ്ങാം, എപ്പോൾ വേണമെങ്കിലും എഴുന്നേക്കാം എന്നതല്ല നമ്മുടെ കാഴ്ചപ്പാട്. എക്സ്പ്ലോറിംഗ് ഉണ്ട്, എക്സ്പ്ലോറിങ്ങിനേക്കാൾ ഉപരി നമ്മുടെ ജീവിത ലക്ഷ്യമായിരിക്കണം. തീർച്ചയായും ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഇവിടുത്തെ ജോലി ചെയ്ത് ഇവിടുന്ന് കിട്ടുന്ന ഓരോ നാണയത്തിനും വാല്യൂ ഉണ്ട്, ഓരോ നാണയത്തിനും വാല്യൂ ഉണ്ട്. അത് ഞാൻ അനുഭവിച്ചതാണ്. പ്രത്യേകിച്ച് നമ്മള് ഫാമിലിയും എല്ലാരും വിട്ടിട്ടാണ് ഇവിടെ വന്ന് ജീവിക്കുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് കിട്ടുന്ന ദിറംസിന് നമ്മൾ ഒരുപാട് മൂല്യം കൽപ്പിക്കുന്നുണ്ട്. ഒരു ദിറംസ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ ഒരു ദിറംസ് ഉണ്ടാക്കാനുള്ള ഒരു വഴിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ദിറംസ് കുറയുമ്പോൾ നമുക്ക് ചങ്കടിപ്പോ അത് കുറഞ്ഞു, നാളെ അത് കേറി വരണേ എന്നുള്ള ഒരു ചിന്ത മനസ്സിലായോ? ഭയങ്കര മൂല്യം കൽപ്പിക്കുന്നുണ്ട്. ഞാനെന്നല്ല, എല്ലാവരും. ഞാനത് ഫീൽ ചെയ്തിട്ടുണ്ട് പലരുടെയും സംസാരത്തിൽ നിന്ന്. എന്തായാലും രഞ്ജിമ ഒരുപാട് തിരക്കിലാണെന്ന് അറിയാം, എന്നിട്ടും ഇത്രയും സമയം നമ്മളുടെ കൂടെ വന്ന് സമയം പങ്കിടാനായിട്ട് കാണിച്ചു. ആ ഒരു നല്ല മനസ്സിന് ഒരുപാട് നന്ദി പറയുന്നു. കൂടാതെ രഞ്ജിമയുടെ എല്ലാ സംരംഭങ്ങളും ഇപ്പൊ പുതുതായിട്ട് ഓപ്പൺ ചെയ്യുന്ന ഓറയുടെ പുതിയ ബ്രാഞ്ച് ഉൾപ്പെടെ കല്യാൺ സിൽക്കിന്റെ തൊട്ടടുത്താണ് ആദ്യം തുടങ്ങി 1.5 വർഷം മുമ്പ് നമ്മൾ തുടങ്ങിയിരിക്കുന്ന ഓറ ബ്യൂട്ടി ലോഞ്ച് ഉള്ളത്. ഇപ്പൊ രണ്ടാമത്തതും ദൈവസക്രിയാൽ നമുക്ക് ആരംഭിക്കാനായിട്ട് അതിന്റെ പണികളെല്ലാം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞല്ലേ? എന്നത്തേക്കായിരിക്കും അതിന്റെ ഓപ്പണിംഗ് എന്തെങ്കിലും? ഇത് കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഇതിനോട് ചേർന്ന് തന്നെ നമ്മുടെ ഇനാഗുറേഷൻ ഉണ്ടാവും. രഞ്ജിമ കാണുമോ? അവിടെ ഉണ്ടാവുമോ? പിന്നെ തീർച്ചയായിട്ടും കൊള്ളാം. ഞാനില്ലാണ്ട് കൂടുതൽ ഇങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ 2026 ഞാൻ ദുബായിൽ കംപ്ലീറ്റ്ലി സെറ്റിൽ ആകണമെന്ന് ആഗ്രഹിക്കുകയാണ്. എന്നതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അക്കാഡമിയും കൂടി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അതിന്റെ കുറച്ച് പ്രോസസ്സിങ് കാര്യങ്ങളുണ്ട്. ദൈവത്തിന് അനുഗ്രഹത്താൽ എല്ലാം ഒത്തു വന്നാൽ എൻ്റെ അക്കാഡമി ഇവിടെ ഉണ്ടാകും. ഒരു കാര്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇതുവരെ നമുക്കറിയാം നമ്മുടെ മേക്കപ്പും അറബിക് മേക്കപ്പും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലെ? അപ്പൊ രഞ്ജിമ ഇതുവരെ അറബിക് മേക്കപ്പുകൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ? അറബിക് ഫാമിലീസിൽ ഞാൻ മേക്കപ്പ് ചെയ്തിട്ടില്ല. പക്ഷെ ചിലവര് വന്നിട്ട് നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് മേക്കപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ അറബിക് ഫാമിലിയിൽ പോയി വെഡിങ് മേക്കപ്പുകൾ ചെയ്തിട്ടില്ല. അറബ്സ് വന്നിട്ടുണ്ട്, അറബ്സ് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അത് നല്ല നല്ല മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവര് നമ്മളീ കാണുന്നത് പോലെ ആ ഒരു ഭയങ്കര പാകിസ്ഥാനി സ്റ്റൈലില് ലൗഡായിട്ടുള്ള കണ്ണ് വരയ്ക്കലും ഐബ്രോസ് അങ്ങനെയൊന്നുമില്ല. അവർക്ക് ഭയങ്കര മിനിമൈസ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല, എനിക്കൊരു ആഗ്രഹമുണ്ട്
ഒരു അറബ്സ് ഫാമിലിയിൽ ഒരു വെഡിങ് മേക്കപ്പ് കിട്ടിയാൽ ഒരുപാട് സന്തോഷമായിരിക്കും. എന്നതിനേക്കാളൊക്കെ ഉപരി ഞാൻ ഇവിടെ ദുബായിൽ ഒരു ബിസിനസ് തുടങ്ങിയപ്പോൾ എന്നെ 2 കൈ നീട്ടി സ്വീകരിച്ച ഇവിടുത്തെ ഒരുപാട് മലയാളികളുണ്ട്. ഞാൻ എങ്ങനെ താങ്ക്സ് പറയണമെന്ന് അറിയത്തില്ല. കാരണം ഭയങ്കര ബ്ലാങ്കായിട്ട് വന്ന് തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. ഏകദേശം ഒരു മന്തിൽ നമുക്കൊരു 500 കസ്റ്റമേഴ്സ് വന്ന് പോകുമെന്ന് പറയുമ്പം ഐ എം സോ ഹാപ്പി, ഐ എം സോ പ്രൗഡ് മൈസെൽഫ്. ഞാൻ എവിടെയാണ് എത്തിയിരിക്കുന്നത് അവിടെ എന്നെ അംഗീകരിച്ചു അല്ലെങ്കിൽ എന്നെ ഉൾക്കൊണ്ടു എന്നുള്ളതാണ്. ഒരുപാട് സന്തോഷം എനിക്ക് ഇവിടുത്തെ മലയാളികളോട് പറയാനുണ്ട്. അപ്പൊ ഓൾറെഡി നമുക്ക് ഓറ ബ്യൂട്ടി ലോഞ്ച് ഗിസൈസിലുണ്ട്, കൂടാതെ കരാമയിലും ഓപ്പൺ ചെയ്യുന്നുണ്ട്. രഞ്ജിമ അവിടെ തന്നെ ഉണ്ടാകും. രഞ്ജിമയെ സ്നേഹിക്കുന്ന എല്ലാവരും അവിടെ കടന്നു വരണം, അല്ലേ? രഞ്ജിമ വ്യക്തിപരമായിട്ട് നിങ്ങളോട് സംസാരിക്കാനും നിങ്ങൾക്ക് വേണ്ടുന്ന സർവീസ് ചെയ്യാനും രഞ്ജിമയുടെ നേതൃത്വത്തിൽ ഒരുപാട് നല്ല സ്റ്റാഫുകളാണ് അവിടെ, അല്ലെ? ഒരുപാട് നല്ല സ്റ്റാഫുകളൊക്കെ ഉണ്ട്. അതുപോലെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. പുതിയ പുതിയ 1 അല്ല 2 അല്ല, ദുബായിൽ മാത്രമല്ല എല്ലാ റേറ്റ്സിലും രഞ്ജിമയുടെ ഈ ഓറ ബ്യൂട്ടി ലോഞ്ച് പ്രവർത്തനം ആരംഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം രഞ്ജിമ പറഞ്ഞൊരു വലിയ കാര്യമുണ്ട്, ഒരു അറബിക് വെഡിങ് മേക്കപ്പ് ചെയ്യണമെന്ന്. അതൊന്നല്ല, അനേക മേക്കപ്പുകൾ അറബിക് ഫാമിലിയിൽ അറബിക് വെഡിങ്ങുകൾ തയ്യാറാക്കുവാനായിട്ട് രഞ്ജിമയ്ക്ക് സാധിക്കട്ടെ എന്നും കൂടെ ആശംസിച്ചുകൊണ്ട് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.